ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ്. ദുരന്തർ ദ റിവഞ്ച് നമ്മുടെ ആദിത്യദർ സംവിധാനം ചെയ്ത് രൺവീർ സിംഗ്, അർജുൻ രാംപാൽ, സഞ്ജയ് ദത്ത് തുടങ്ങിയവർ അഭിനയിച്ച് വലിയ വിജയം നേടിയൊരു സിനിമയായിരുന്നു ദുരന്തർ പാർട്ട് 1ഉം പാർട്ട് 2ഉം. അപ്പം ഈ ദുരന്തർ സിനിമ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഈ സിനിമയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. വിജയത്തോടൊപ്പം തന്നെ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടും ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും ഈ ഒരു സിനിമ വളരെ ഒരു പ്രൊപ്പഗണ്ട സിനിമയായിട്ട് എടുത്തതാണെന്നൊക്കെ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയായാലും ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിനിമയിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ, ഇതൊക്കെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള കാര്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ രൺവീർ സിംഗ് അവതരിപ്പിച്ച ഹംസ അലി മസാരി അഥവാ ജസ്കിര സിംഗ് റാങ്കി എന്ന കഥാപാത്രം വീരമൃത്യു വരിച്ച മേജർ മോഹിത് ശർമ്മയുടെ ജീവിതമാണ് കാണിക്കുന്നത് എന്ന് പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു. എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആദ്യമേ തന്നെ ഈ ഒരു കാര്യം നിഷേധിച്ചിരുന്നു. മേജർ മോഹിത് ശർമ്മയുടെ ജീവിതത്തെ ചിത്രീകരിക്കുന്നതിലുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ജീവിതമാണ് തോന്നാനായിട്ട് പല കാരണങ്ങളുണ്ടായിരുന്നു. കാരണം മേജർ മോഹിത് ശർമ്മ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്പൈ ആയിട്ട് പ്രവർത്തിച്ച് തീവ്രവാദികളുടെ കൂടെ ചേർന്ന് രാജ്യത്തിന് വിലപിടിപ്പുള്ള പല വിവരങ്ങളും നൽകിയിരുന്നു. അതുപോലെ തന്നെ പ്രധാനിയായിട്ടുള്ള 2 തീവ്രവാദികളെ അദ്ദേഹം ഈ ഒരു സ്പൈ ആയിട്ട് പ്രവർത്തിക്കുന്നതിനിടയ്ക്ക് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട്, അതായത് രാജ്യത്തിന് വേണ്ടിയിട്ട് സ്പൈ ആയിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള ചില ഫോട്ടോസ്, ആ ഫോട്ടോസ് നമ്മുടെ ഹംസ അലി മസാരിയുടെ രൂപവുമായിട്ട് നല്ല സാമ്യതകളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഹംസ അലി മസാരി എന്ന് പറഞ്ഞൊരു കഥാപാത്രം മേജർ മോഹിത് ശർമ്മയിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതവുമായിട്ടോ മിലിറ്ററി കരിയറുമായിട്ടോ യാതൊരു തരത്തിലുള്ള ബന്ധമോ ഈ ഹംസ അലി മസാരിക്ക് ഉണ്ടായിട്ടില്ല. അടുത്തത്, ഈ ഒരു കഥ നടക്കുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള ലയാരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് സിനിമയിലെ ലയാരിയും യഥാർത്ഥത്തിലുള്ള ലയാരിയുമാണ്. സിനിമയിൽ പറയുന്ന ലയാരിയിലെ ഗ്യാങ് വാറുകൾ ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ ചില തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അക്ഷയ് ഖന്ന അവതരിപ്പിച്ച റഹ്മാൻ ദൈക്കൻ അഥവാ റഹ്മാൻ ബലൂച്ച് എന്ന ആളെയാണ്. റഹ്മാൻ ബലൂച്ച് ലയാരിയിലെ ഒരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു. സിനിമയിൽ കാണിക്കുന്നത് പോലെ തന്നെ അക്കാലത്ത് ലയാരിയിൽ വലിയ തോതിലുള്ള ഗ്യാങ് വാറുകൾ നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ റഹ്മാൻ ബലൂച്ചിനെയും ഗ്യാങ്ങിനെയും ഒതുക്കാൻ നിയോഗിക്കപ്പെട്ട ഫോഴ്സ് ആയിരുന്നു ലയാരി ടാസ്ക് ഫോഴ്സ്. സിനിമയിൽ റഹ്മാൻ ബലൂച്ചിനെ നേരിടുന്ന SP ചൗധരി അസ്ലം ഖാൻ എന്നൊരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. സഞ്ജയ് ദത്ത് ആയിരുന്നു ആ ഒരു വേഷം ചെയ്തിരുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് യഥാർത്ഥ SP അസ്ലം ഖാനെയാണ്. സിനിമയിൽ അദ്ദേഹത്തിന്റെ എല്ലാ മാനറിസങ്ങളും അതുപോലെ തന്നെ പ്രകടിപ്പിക്കാൻ സഞ്ജയ് ദത്തിന് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണെന്നാൽ SP അസ്ലം ഖാൻ വലിയൊരു സഞ്ജയ് ദത്ത് ആരാധകനായിരുന്നു. സിനിമയിലെ പോലെ തന്നെ റഹ്മാൻ ബലൂച്ചിനെയും ഗ്യാങ്ങിനെയും SP അസ്ലത്തിന്റെ നേതൃത്വത്തിലുള്ള ലയാരി ടാസ്ക് ഫോഴ്സ് ആണ് കൊലപ്പെടുത്തിയത്. ദുരന്തർ സെക്കൻഡ് പാർട്ടിൽ SP അസ്ലമിനെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റി ചാവേറാക്കണത്തിലുള്ള കൊലപ്പെടുത്തുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ബലൂജികളാണ് ചെയ്തതെന്നാണ് സിനിമയിൽ കാണിക്കുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം തന്നെയാണ്. SP അസ്ലം ഖാൻ കൊല്ലപ്പെട്ടത് ഇതേ രീതിയിൽ തന്നെയാണ്. പക്ഷെ അത് ചെയ്തത് ബലൂജികളായിരുന്നില്ല. പാകിസ്ഥാനിലെ നിരോധിത സംഘടനയായ തെഹരിക് ഇ താലിബാൻ ആയിരുന്നു ഈ ഒരു കൃത്യത്തിന്റെ പിന്നിലുണ്ടായിരുന്നത്. സിനിമയിലെ അർജുൻ രാംപാൽ അവതരിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു മേജർ ഇക്ബാൽ. ഇല്യാസ് കാശ്മീരി എന്ന തീവ്രവാദി നേതാവിനെ ആസ്പദമാക്കിയാണ് മേജർ ഇക്ബാൽ എന്ന കഥാപാത്രം ഉണ്ടായിട്ടുള്ളത്. 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രധാന കണ്ണികളിൽ ഒരാളായിരുന്നു ഇല്യാസ് കാശ്മീരി. അതിനെപ്പറ്റി സിനിമയിൽ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. സിനിമയിൽ രൺവീർ സിംഗിന്റെ കഥാപാത്രം ഇയാളെ കൊലപ്പെടുത്തുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിലാണ് ഇല്യാസ് കാശ്മീരി കൊല്ലപ്പെടുന്നത്. സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായിരുന്നു രാകേഷ് ബേദി അവതരിപ്പിച്ച ജമീൽ ജമാലി എന്ന കഥാപാത്രം. ഇത് പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള നബീൽ ഗബോലിനെയാണ് ആസ്പദമാക്കിയിട്ടുള്ളത്. സിനിമയിൽ ഇദ്ദേഹം ഇന്ത്യയുടെ ഒരു സ്പൈ ആയിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം സത്യമാണെന്ന് തെളിയിക്കുന്ന യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷെ സിനിമ ഇറങ്ങിയതോടെ നബീൽ ഗബോലിന്റെ കാര്യം പാകിസ്ഥാനിൽ അല്പം പരിതാപകരമായിരുന്നു. ഇതിനെതിരെ അദ്ദേഹം പരസ്യമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും നമ്മുടെ സംവിധായകനായ ആദിത്യദാർ നല്ലൊരു പണിയാണ് നബീൽ ഗബോലിന് കൊടുത്തിട്ടുള്ളത്. റഹ്മാൻ ദൈക്കറ്റിന്റെ അനുയായിയും ബന്ധുവുമായ ഉസൈർ ബലൂച്ച് എന്നൊരു കഥാപാത്രം ഈ ഒരു സിനിമയിലുണ്ട്. ദനീഷ് പാംഡോർ ആണ് ഈ ഒരു വേഷം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഉസൈർ ബലൂച്ചിനെ റഹ്മാൻ ബലൂച്ചിന്റെ സ്ഥാനത്ത് ലയാരിയിൽ കൊണ്ടുവരുന്നതും അർഷദ് പപ്പു എന്ന ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ഗ്യാങ് വാറുകളും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ലയാരിയിൽ ശരിക്കും നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. സിനിമയിൽ ഹംസ അലി മസാരി ഉസൈർ ബലൂച്ചിനെ ദുബായിലേക്ക് അയക്കുന്നതും അവിടെ വെച്ച് ഇന്റർപോളിന്റെ പിടിയിലാകുന്നതും കാണിക്കുന്നുണ്ട്.
തിരികെ പാകിസ്ഥാനിൽ എത്തിച്ച് ജയിലിൽ അടയ്ക്കുന്നതായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സ്പൈ ആണെന്നുള്ള രീതിയിൽ മുദ്രകുത്തി അദ്ദേഹത്തിനെ ജയിലിൽ ഇട്ടിരിക്കുന്നു എന്നാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും ഇന്ത്യയുടെ സ്പൈ ആയിട്ട് മുദ്രകുത്തിയല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ജയിലിൽ അയച്ചിരിക്കുന്നത്. ഇറാന് വേണ്ടി ചാരപ്പണി നടത്തി എന്ന കുറ്റം ആരോപിച്ചുകൊണ്ടാണ്. ദാവൂദ് ഇബ്രാഹിം ആരാണെന്ന് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ദാനിഷ് ഇക്ബാലാണ് ദുരന്തറിലെ ദാവൂദ് ഇബ്രാഹിമിന്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. 2008 മുംബൈ ഭീകരാക്രമണം മുതൽ ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണങ്ങളിലും മയക്കുമരുന്ന് കള്ളനോട്ട് ഇടപാടുകളിലും ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്ക് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം സിനിമയിലും അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. എന്നാൽ ദാവൂദ് ഇബ്രാഹിം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴും കറാച്ചിയിൽ താമസിക്കുന്നുണ്ട്. ഈ സിനിമയിലെ ഒരു പ്രൊപ്പഗണ്ട സീനായി പലരും പറയുന്ന ഒന്നാണ് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട സീനുകൾ. എന്നാൽ ഇതിലെ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കാം. 2016 നവംബർ 8 നമ്മുടെ പ്രധാനമന്ത്രി 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ മാറ്റങ്ങൾ എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സിനിമയിൽ ഇതിന് കാരണമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവൂദ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ 60,000 കോടി രൂപയുടെ കള്ളനോട്ട് നേപ്പാളിലെ കാഠ്മണ്ഡു വഴി ഇന്ത്യയിലെ ഉത്തർപ്രദേശിലേക്ക് എത്തിക്കുന്നുവെന്ന്. ഇത് 2016 നവംബർ 15 UPയിൽ എത്തിച്ചേരുമെന്നാണ് സിനിമയിൽ പറയുന്നത്. നോട്ട് നിരോധനം വന്നതോടെ അവരുടെ പ്ലാൻ തകരുകയും കള്ളനോട്ട് പ്രിന്റ് ചെയ്ത ജാവേദ് കനാനി എന്നയാളെ രൺവീർ സിംഗിന്റെ കഥാപാത്രം ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൽ പറയുന്ന ജാവേദ് കനാനി എന്നയാൾ ഇതേപോലെ തന്നെ നോട്ട് നിരോധനം നടന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണു മരിക്കുന്നുണ്ട്. ഇതൊരു ദുരൂഹ സാഹചര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അയാൾക്കെതിരെ പല രാജ്യങ്ങളും നടത്തിയ അന്വേഷണത്തിൽ ഖനാനി ആൻഡ് ഖാലിയ എന്ന സ്ഥാപനത്തിന്റെ മറവില് നിരവധി കള്ളനോട്ടുകൾ അച്ചടിച്ചുവെന്ന് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയാൽ ഈ ഒരു സീൻ ഒരിക്കലും ഒരു പ്രൊപ്പഗണ്ട സീനായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. സിനിമയിൽ കാണിക്കുന്ന മറ്റൊരു ഇൻസിഡന്റ് ആണ് ഉത്തർപ്രദേശിലെ ഗാങ് ലീഡറായിട്ടുള്ള ആതിഖ് അഹമ്മദിനെയും സഹോദരൻ അഷ്റഫ് അഹമ്മദിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും മീഡിയയുടെ മുൻപിൽ വെച്ച് അവരെ വെടിവെച്ചു കൊല്ലുന്നതും. ഇതൊക്കെ 2023 ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജില് ശരിക്കും നടന്ന സംഭവങ്ങളായിരുന്നു. ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ എല്ലാവരും ലൈവായിട്ട് കണ്ട കാര്യമാണ്. ഇനി സിനിമയുടെ ഒരു ഭാഗത്ത് പാകിസ്ഥാനിലെ അജ്ഞാതർ നിരവധി തീവ്രവാദികളെ കൊന്നെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലെ ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം കാണിക്കുന്നത് അബ്ദുൾ റഹ്മാൻ മക്കി എന്ന ഒരു തീവ്രവാദിയെ പാകിസ്ഥാനിലെ ലാഹോറിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇന്ത്യയുടെ സ്പൈ ആയിട്ടുള്ള ഒരു നേഴ്സ് മരുന്ന് നൽകി കൊലപ്പെടുത്തുന്നതായിട്ടാണ്. ഇത് യഥാർത്ഥത്തിൽ നടന്നത് തന്നെയാണ്. ഈ ഒരു തീവ്രവാദി ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിക്കുന്നത്. എന്നാൽ ആ ഒരു മരണത്തിൽ പല ദുരൂഹതകളും അന്ന് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് കാശ്മീരിലെ കുപ്വാര അറ്റാക്കിലെ പ്രധാനിയായിരുന്ന സയ്യിദ് ഖാലിദ് റാസയായിരുന്നു. അതും സിനിമയിൽ കാണിക്കുന്നത് പോലെ തന്നെ അജ്ഞാതരുടെ വെടിയേറ്റ് തന്നെയായിരുന്നു അയാളും മരിച്ചിട്ടുണ്ടായിരുന്നത്. ഖലിസ്ഥാനിയായിട്ടുള്ള അമർജിത് സിംഗ്, ജയ്പൂർ ബ്ലാസ്റ്റിന്റെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് റിയാസ്, രജൌരി അതായത് കാശ്മീരിലെ രജൌരിയിലെ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള റിയാസ് അഹമ്മദ് ഏലിയാസ് അബു ഖാസിം, അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ എംബസി അറ്റാക്കിലെ മുഖ്യ സൂത്രധാരൻ ദാവൂദ് മാലിക്, അങ്ങനെ സിനിമയിൽ കാണിക്കുന്ന എല്ലാ അജ്ഞാത ആക്രമണങ്ങളും യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അപ്പൊ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇതെല്ലാം യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണെന്നുള്ള കാര്യം. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ ഒരു പ്രൊപ്പഗണ്ട സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇതിലെ 90% കാര്യങ്ങളും യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിലർക്കെങ്കിലും ഒരു സംശയം കാണും, ഒരു കഥാപാത്രത്തെ വിട്ടുപോയിട്ടുണ്ടെന്ന്. അതെ, ഈ സിനിമയിൽ ഞാൻ ഒരുപാട് കഥാപാത്രങ്ങളെ യഥാർത്ഥ സംഭവങ്ങളിൽ നടന്നിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ വിട്ടുപോയിട്ടുണ്ട്. എന്നാലും പ്രധാനമായിട്ടും വിട്ടുപോയ ഒരാളാണ് മാധവൻ അവതരിപ്പിച്ച അജയ് സന്യാൽ അല്ലെങ്കിൽ നമ്മുടെ അജിത് ഡോവലിനെ പറ്റിയുള്ള കാര്യം. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാഞ്ഞതിന്റെ ഒരു കാരണം, അജിത് ഡോവലിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള മറ്റൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ഞാൻ വിശദമായിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ പലരുടെയെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഈ ഒരു സിനിമയെ പറ്റി ഉണ്ടായതൊക്കെ മാറി എന്ന് ഞാൻ കരുതുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.